അവിടെ കാണുന്നവർക്ക് നമുക്ക് പോയി എന്ന് ഞാൻ തീരുമാനിച്ചിരുന്ന ആ കാണുന്ന കമുക്. കാരണം പിന്നെ കുറുനാക്കുമ്പോൾ അന്ന് പോയി എന്ന് തീരുമാനിച്ചിരുന്ന ആ കമുകിന് ഞാൻ ഈ മരുന്നൊഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോൾ അതിന് വേറെ കൂമ്പ്, നല്ല കൂമ്പ് വരികയും അതിപ്പം നല്ല പുഷ്ടിയിൽ വളർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മനക്കൽ അഗ്രോ ഫാർമയുടെ അരീക്ക ക്യൂർ കമുകിനെ മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം വളം ഇടുന്നതിന് കർഷകർക്ക് വരുന്ന ചിലവിനെ ചുരുക്കുകയും ചെയ്യുന്നു. അരീക്ക ക്യൂർ ഒരേ സമയം ഫലപ്രദമായി രോഗത്തെ പ്രതിരോധിക്കുകയും വളമായും പ്രവർത്തിക്കുന്നതിനാൽ മറ്റു രാസവളങ്ങളുടെ ആവശ്യം ചെടികൾക്ക് വരുന്നില്ല. എൻ്റെ പേര് റോജി അഗസ്റ്റിൻ. അത് ഫുള്ള് ആ ഒരു കമുകിൻ്റെ എന്ന് വെച്ചാൽ മൊത്തം ഇല പഴുത്തിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് കൂമ്പ് നിന്നു പോയായിരുന്നു. എല്ലാവരും പറഞ്ഞത് വെട്ടിക്കളയാൻ പറഞ്ഞത്, വെട്ടിക്കളയാതെ ഈ മരുന്ന് ഞാൻ എൻ്റെ ചുവട്ടിൽ പറഞ്ഞാൽ 3 ലിറ്റർ വെച്ച് ഒഴിച്ച് ഒരു 3 പ്രാവശ്യം ഒഴിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂമ്പ് എടുക്കുന്നുണ്ട്. അതിൻ്റെ അതവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് ഒരു ഭാഗത്ത്. അതിനെല്ലാം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു റിസൾട്ട് പോലെ തോന്നുന്നുണ്ട്. നല്ല ഇതാണ്, അല്ലെങ്കിൽ അത് ഇന്ന് പോകേണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് തളിപ്പറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര ഗ്രാമമാണ് ആലക്കോട്. ഞങ്ങൾ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. ഞങ്ങൾ പാലായിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയവരാണ്. ആലക്കോടും കവുങ്ങ് കൃഷിയും ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തേലും പാരമ്പര്യം ഉണ്ടാവും. കവുങ്ങും തോട്ടങ്ങളുടെ ഒരു ഏരിയ ആയിരുന്നു ഇവിടുന്ന്. അതിനകത്ത് ഇപ്പം വ്യാപകമായിട്ട് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം ചെല്ലുന്തോറും കവുങ്ങിന് കുറേയേറെ രോഗവ്യാപനം വ്യാപിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനക്കൽ അഗ്രോ ഫാർമ എന്നുള്ള ആ ഒരു കോണ്ടാക്ട് ഇൻഫർമേഷൻ കിട്ടിയത്. പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത്. ഈ വർഷം ഒരു അടയ്ക്ക പോലും പൊഴിഞ്ഞായിട്ട് കണ്ടില്ല. കമുകിന് പൊതുവേ ഒരു മെച്ചം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ കറുപ്പ് കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുഷ്ടിമ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കായ്കളുടെ പൊഴിച്ചിലിന് വളരെ കുറവുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുതിയ നാമ്പുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ശക്തിയോട് കൂടിയിട്ടുള്ള പുതിയ നാമ്പുകളാണ് വരുന്നത്. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാമ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂമ്പിച്ച് വന്നിട്ട് ചെറിയ നാമ്പുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ പുതിയ നാമ്പുകളിൽ ഒന്നും ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നില്ല. ഈ ഒരു നാമ്പും കഴിഞ്ഞ് അടുത്ത വർഷത്തെ ഒരു ഈൽഡ് ആകുമ്പോഴത്തേക്കും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയുണ്ട്. കമുകിന്റെ വളർച്ചയ്ക്കും വിളവെടുപ്പ് വർധനവിനും അരീക്ക ക്യൂർ ഹോമിയോ വളം വിപ്ലവം സൃഷ്ടിക്കുന്നു. മഞ്ഞളിപ്പ് രോഗം തുടച്ചു നീക്കുന്നു. കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പാഠമാകട്ടെ.